ഇന്ന് നമുക്കിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ CPM-ന്റെ മുതിർന്ന നേതാവും ഒപ്പം മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്കാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ തോമസ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഈ പെരുന്നാൾ ദിവസമൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? പെരുന്നാൾ ആശംസകളും. താങ്ക് യു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, തുടങ്ങണം. ഇത് കഴിഞ്ഞിട്ട് വേണം. ഓക്കെ. ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ പരിസ്ഥിതി ദിനത്തിലുണ്ടായ ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒന്ന്. നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഗവർണർമാരൊക്കെ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കരുത് എന്നാണ് പൊതുവേ ഉള്ളൊരു നിലപാട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊന്നും അത്തരത്തിൽ ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിന് എതിരെയുമാണ് നമ്മുടെ സംസ്ഥാനം എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളതും. പരിസ്ഥിതി ദിനത്തിൽ വളരെ മനോഹരമായി, വളരെ സന്തോഷമായി ചെയ്യേണ്ട ഒരു പരിപാടി, അത് അനാവശ്യ പിടിവാശികൾ കാരണം അതൊരു വലിയ വിവാദത്തിലേക്ക് പോയി വീണു. അങ്ങക്ക് ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായത്തിൽ നിന്നും തുടങ്ങാം നമുക്ക് ആദ്യം. ഇത് ഔദ്യോഗിക ചടങ്ങല്ലേ. വ്യക്തികൾക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ടാവാം. ബഹുമാനപ്പെട്ട ഗവർണർക്ക് അദ്ദേഹം RSSകാരനാണ്. അതുകൊണ്ട് RSSൻ്റെ സങ്കല്പത്തിലുള്ള ഭാരതാംബയുടെ ചിത്രമായിരിക്കാം അദ്ദേഹം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ സ്വകാര്യ കാര്യം, ഇത് ഔദ്യോഗിക ചടങ്ങാണ്. ഔദ്യോഗിക ചടങ്ങിൽ എങ്ങനെയാണ് RSSൻ്റെ പതാക വഹിക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രത്തെ നമ്മൾ വണങ്ങുന്നത്? അത് വളരെ പ്രത്യക്ഷമായ രാഷ്ട്രീയമുണ്ട്. പല രാഷ്ട്രീയക്കാരും ഉള്ളതാണ്, കേരളം പ്രത്യേകിച്ച്. അപ്പോൾ അതിൻ്റെ ഔചിത്യബോധം ഗവർണർക്ക് ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു. അത് കാണിച്ചില്ല. അത് വളരെ ദൗർഭാഗ്യകരമായി. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ CPI രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഗവർണറെ തിരിച്ച് വിളിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അത് CPIക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. സ്വാഭാവിക പ്രതികരണമാണെന്ന് ഇന്നലെ MA ബേബിയുടെ പ്രതികരണമൊക്കെ വരികയും ചെയ്തു. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ തോമസ് ഐസക്, ഈ ഗവർണർ ഇന്നലെ പറഞ്ഞിരുന്നു സർക്കാരുമായി ഇനിയൊരു ഏറ്റുമുട്ടലിന് താനില്ല, പക്ഷേ ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്നും മാറ്റുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിത്രം ഇനി ഉള്ളിടത്തോളം കാലം സർക്കാർ പരിപാടികൾ, മറ്റ് ഔദ്യോഗിക പരിപാടികൾക്കായി മന്ത്രിമാരും നേതാക്കളും രാജ്ഭവനിലേക്ക് എത്തില്ലേ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തർക്കം വന്നത് എന്താ? ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആ ചിത്രത്തെ പുഷ്പാർച്ചന നടത്തണം എന്നാവശ്യപ്പെട്ടതെന്നല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും അവരുടെ വിശ്വാസവും കാഴ്ചപ്പാടും എല്ലാം ഉണ്ടാവും. അതനുസരിച്ച് സ്വകാര്യ മേഖലയിലെ സ്വകാര്യ കാര്യങ്ങൾക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും. അത് നമ്മൾ സഹിഷ്ണുതയോടെ കാണണം. എന്നാൽ പൊതു മണ്ഡലത്തിൽ ഔദ്യോഗിക ചടങ്ങുകൾക്ക് അത് ദുരുപയോഗം ചെയ്തത് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ അങ്ങനൊരു നിലപാട് ദൗർഭാഗ്യവശാൽ സ്വീകരിച്ചു. അതല്ലേ പ്രശ്നം ഉണ്ടായത്. ഇനി നമ്മൾ നിലമ്പൂരിലേക്ക് പോയ ശ്രീ തോമസ് ഐസക്, എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? കാരണം ഒരു കാലത്തിന് ശേഷം ഇടത് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് പോകുന്നിടത്തൊക്കെ വലിയ ജനപിന്തുണയും റാലികളിലൊക്കെ വലിയ സ്വീകാര്യതയും ഒക്കെ ലഭിക്കുന്നു. പ്രചരണത്തിലും ബഹുദൂരം മുന്നിലാണ്. എന്താണ് ഇടത് ക്യാമ്പിൻ്റെ പ്രതീക്ഷ? സ്വരാജ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ നല്ല നിലയിൽ നിലമ്പൂരും കേരളം ഒട്ടാകെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രചരണത്തിൻ്റെ ഈ ദിവസങ്ങളിൽ ഒരാഴ്ച പിന്നിടുമ്പോൾ വളരെ പ്രകടമാണ്. പ്രചരണത്തിൽ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ ഇതിലെല്ലാം വളരെ മുന്നിലാണ് സ്വരാജ്. അപ്പം അതുകൊണ്ട് സ്വരാജ് ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ നിലമ്പൂരിൽ വരികയാണെങ്കിൽ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം KC വേണുഗോപാലിൻ്റെ പെൻഷൻ കൈക്കൂലി ആരോപണമാണ്. അപ്പോൾ അതിനെതിരെ ഇടതുപക്ഷം LDF വലിയ രീതിയിൽ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. മുൻ ധനമന്ത്രി എന്ന നിലയിൽ കൂടി KC വേണുഗോപാലിൻ്റെ ഈ പ്രതികരണത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഇടതുപക്ഷം നല്ല രീതിയിൽ ഈ പ്രശ്നം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം BJP-യും
ഈ പ്രശ്നം വെച്ചുകൊണ്ടല്ലേ ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. നമ്മൾ മറിയച്ചെടുത്തിയുടെ പ്രകടനവും കാര്യങ്ങളൊന്നും മറക്കണ്ട. അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞൊരു 5 വർഷക്കാലത്തെ റെക്കോർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെൻഷനിൽ കുടിശ്ശിക വന്നു. ഇത് കേന്ദ്ര സർക്കാർ വരുത്തി വെച്ചൊരു വിനയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവകാശമായിട്ട് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഒരു കുടിശ്ശിക വന്നു കഴിഞ്ഞപ്പോൾ അതിക്ക് ഇടതുപക്ഷ സർക്കാരിന് മുമ്പുള്ള കാലം മുഴുവൻ മറച്ചു വെച്ച് ഈ പ്രശ്നത്തെ ആസ്പദമാക്കി എന്തു വലിയ ദുരാരോപണവും എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളുമാണ് നടത്തിയത്. ഇന്നിപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പെൻഷൻ കുടിശ്ശിക തീർക്കും, എല്ലാ മാസവും അതത് മാസത്തെ പെൻഷൻ ഞങ്ങൾ വിതരണം ചെയ്യും, അതോടൊപ്പം 5 ഗഡുക്കളായി കുടിശ്ശിക തീർക്കും. ഇനിയിപ്പോൾ 1 or 2 മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഒരു അഡീഷണൽ ഗഡു കൂടി നൽകിയതാണ് ഇലക്ഷന് വേണ്ടിയുള്ള കൈക്കൂലിയായിട്ട് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ട് ഇത് ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു പ്രസ്താവനയായിപ്പോയി. തോമസ് ഐസക്, ഇപ്പോൾ UDF ക്യാമ്പിൽ അവർ പറയുന്ന ഒരു വിശദീകരണം എന്ന് വെച്ചാൽ ഇപ്പം ഇത് കൈക്കൂലി അങ്ങനെ ഒരു ആരോപണമല്ല ഈ KC വേണുഗോപാൽ ഉദ്ദേശിച്ചത്. അതായത് കുടിശ്ശികകൾ കഴിഞ്ഞ കുറച്ച് മാസമായിട്ടുണ്ട്, എന്നിട്ട് ഒരു 2 മാസത്തെ ഈ പെൻഷനുമായിട്ടൊക്കെ ചെല്ലുന്നു, ആളുകൾക്കിടയിലേക്ക് ചെല്ലുന്നു, ബാക്കി കുടിശ്ശിക അവിടെ തന്നെ കിടക്കുന്നു. ആ ഒരു കാര്യത്തെയാണ് കൺവേ ചെയ്യാനായി KC വേണുഗോപാൽ ശ്രമിച്ചതെന്നാണ് UDF നേതാക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പെൻഷൻ കുടിശ്ശിക, ഈ പെൻഷൻ ആരോപണം, ഈ കൈക്കൂലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പെൻഷൻ ആരോപണം, അതുപോലെ തന്നെ ഈ അവധി വിവാദം, ഈ വിഷയങ്ങളൊക്കെ നിലമ്പൂരുകാർ കാര്യമായി എടുക്കുമെന്നോ അതിൽ വലിയ ചർച്ചകൾ നടക്കുമെന്നോ LDF വിചാരിക്കുന്നുണ്ടോ? 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പെൻഷൻ കുടിശ്ശിക, 2 അതിൻ്റെ വിതരണം. കുടിശ്ശികയുടെ കാര്യം പറഞ്ഞാൽ UDFൻ്റെ കാലത്ത് കുടിശ്ശികയെക്കുറിച്ച് വല്ല തിട്ടമുണ്ട്, വല്ല വ്യവസ്ഥയുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിയമസഭയിലെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പോട്ടെ, 2016 കേരളത്തിലെ പെൻഷൻ സ്കീമിനെക്കുറിച്ച് CAG ഒരു സർവേ നടത്തി റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് 32 സ്ഥാപനങ്ങളെ പഠിച്ചുള്ളൂ. ആ 32 സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ 28 മാസത്തെ കുടിശ്ശികയാണ്. പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ അത് ഏതാണ്ട് 20 മാസത്തെ കുടിശ്ശികയാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ തരത്തിലുള്ള കുടിശ്ശികയാണ്. കാരണം കുടിശ്ശിക കൂടിക്കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഓർഡർ വഴി ചെല്ലുന്ന ചിലർക്കെല്ലാം കൊടുക്കുക, ചിലർക്ക് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിലുള്ള പെൻഷൻ വിതരണമായിരുന്നു എന്ന് CAG റിപ്പോർട്ട് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് UDFൻ്റെ റെക്കോർഡ്. LDF ഭരണകാലത്താണ് ഈ പെൻഷൻ 600 രൂപയിൽ നിന്ന് 1600 വർദ്ധിപ്പിച്ചത്. വർദ്ധിപ്പിക്കുക മാത്രമല്ല എല്ലാ മാസവും കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയതും. അങ്ങനെ ഇത് തകർത്തത് കേന്ദ്ര സർക്കാരാണ്. പെൻഷൻ കമ്പനി അതിൻ്റെ പ്രവർത്തനം നിരോധിച്ചു എന്ന് പറയാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നു. ഏതാനും മാസത്തെ 6 മാസത്തെ കുടിശ്ശിക വന്നു. ആ കുടിശ്ശിക 5 ഓരോ ഗഡുക്കളായിട്ട് കൊടുത്തു തീർക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ? ഇലക്ഷൻ വന്നപ്പോഴല്ലോ. ആ പറഞ്ഞതിൻ്റെ രീതി അനുസരിച്ച് കൃത്യമായിട്ട് 1 ഗഡു അഡീഷണൽ നൽകേണ്ട കാലമാണിപ്പോൾ, അത് നൽകി. അതിനെതിരായിട്ടാണ് വന്നത്. അതിൽ നന്നായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഷൻ്റെ ചരിത്രം മുഴുവൻ ചർച്ച ചെയ്യാൻ ഒരു സന്ദർഭം കിട്ടി. ഇത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞ് നിലമ്പൂരുകാരെ വിശ്വാസത്തിലേക്ക് എടുക്കാൻ LDFന് കഴിയുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും. അവിടെ പാവപ്പെട്ടവരല്ലെന്ന് മഹാഭൂരിപക്ഷം. അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അവിടെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് എല്ലാവർക്കും പെൻഷനുള്ളതാണ്. അല്ലെങ്കിൽ വേറെ എവിടെ എന്തെങ്കിലും നല്ല വരുമാനം ഉണ്ടായിരിക്കണം.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 1600 വെച്ച് കൃത്യമായിട്ട് എല്ലാ മാസവും വീട്ടിൽ കിട്ടാന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അപ്പം അതുകൊണ്ട് ഇത് ഇലക്ഷനിൽ ചർച്ചയായിട്ട് വരുന്നത് ഇടതുപക്ഷത്തിന് വലിയ ഗുണം ചെയ്യും. യെസ്. ഇനി മറ്റൊരു കാര്യം ശ്രീ തോമസ് ഐസക്, പി വി അൻവറാണ്. പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഇപ്പം LDF ആവട്ടെ UDF ആവട്ടെ കാര്യമായ ചർച്ചകളൊന്നും നിലമ്പൂരിൽ ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പി വി അൻവർ പറയുന്ന ഒരു കാര്യം തനിക്ക് 25,000 വോട്ട് ഷുവർ ആണെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ JDS ഒക്കെ പി വി അൻവറിനൊപ്പം ചേർന്നിട്ടുമുണ്ട്. ഈ എന്തെങ്കിലും തരത്തിലൊരു ചലനം നിലമ്പൂരിൽ പി വി അൻവർ സൃഷ്ടിക്കുമെന്ന് കരുതാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുമെന്നുള്ളത്. പി അൻവർ അപ്രസക്തമായി തീർന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യാഘാതം. തികച്ചും അവസരവാദപരമായ നിലപാടുകൾ എന്തൊക്കെയാണ് ഒരു വർഷത്തിനുള്ളിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വില, രാഷ്ട്രീയ മൂല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാണ്. ഇനിയിപ്പോൾ എത്ര വോട്ട് കിട്ടുമെന്നൊന്നും തർക്കിക്കാൻ ഞാനില്ല. ഏതായാലും വോട്ട് വരട്ടെ, അപ്പം നമുക്ക് കാണാം. ഏതായാലും ഞാൻ വിലയിരുത്തുന്നത് പി വി അൻവർ എന്ന രാഷ്ട്രീയ വ്യക്തിത്വം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അസ്തമിക്കുകയാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ തോമസ് ഐസക് നമുക്കൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.